ഡൽഹിയിൽ കനത്ത മഴയിൽ വെള്ളക്കെട്ടും പരക്കെ നാശനഷ്ടങ്ങളും. 88 വർഷത്തിനു ശേഷമാണ് ഇത്രയും ഡൽഹിയിൽ ശക്തമായ മഴ പെയ്യുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. കനത്ത മഴയിൽ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണ് 6 പേർക്ക് പരിക്കേറ്റു. പുലർച്ചെയോടെയായിരുന്നു അപകടം. കനത്ത മഴയിൽ ടെർമിനൽ 1 മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്ന് കാറുകൾക്ക് മുകളിൽ വീഴുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ടെർമിനൽ 1 നിന്നുള്ള എല്ലാ സർവീസുകളും താൽക്കാലികമായി നിർത്തിവെച്ചു. സുരക്ഷാ നടപടി എന്ന നിലയിൽ ചെക്ക് ഇൻ കൌണ്ടറുകൾ അടച്ചതായും ഡൽഹി വിമാനത്താവള അധികൃതർ അറിയിച്ചു. കാറുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിലൊന്നായ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിലെ ടെർമിനലിന്റെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഏരിയയിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്കാണ് അപകടത്തിൽ കേടുപാടുകൾ സംഭവിച്ചത്. റൂഫ് ഷീറ്റും സപ്പോർട്ട് ബീമുകളും വാഹനങ്ങൾക്ക് മുകളിൽ പതിക്കുകയായിരുന്നു. അതേസമയം ഡൽഹിയുടെ പല ഭാഗങ്ങളിലും തുടർച്ചയായി 2ാം ദിവസവും കനത്ത മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തുന്ന ചൂടിൽ മഴ ആശ്വാസമായെങ്കിലും പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇതേ തുടർന്ന് പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. നോയിഡ, RK പുരം, മോത്തിനഗർ തുടങ്ങിയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. രാത്രി മുഴുവൻ ദില്ലിയിൽ കനത്ത മഴയാണ് ലഭിച്ചത്. മിന്റോ റോഡിൽ ഒരു ട്രക്കും കാറും വെള്ളത്തിൽ മുങ്ങി. അടുത്ത 2 മണിക്കൂറിലും രാജ്യ തലസ്ഥാനത്ത് ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മഴ മുന്നറിയിപ്പിനോടൊപ്പം തന്നെ ജാഗ്രതാ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവധിയിലുള്ള എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥരോടും ഉടൻ ഡ്യൂട്ടിയിലേക്ക് മടങ്ങാനും അടുത്ത 2 മാസത്തേക്ക് അവധി അനുമതികൾ താൽക്കാലികമായി നിർത്തിവെക്കാനും LG ഉത്തരവിട്ടിട്ടുണ്ട്. മഴയെ തുടർന്ന് ഡൽഹിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ അഴുക്കുചാലുകൾ കാരണമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് കുറ്റപ്പെടുത്തി. मिंटो ब्रिज पर जो पानी भर गया है, इसमें कोई गाड़ी भी डूब गई है? एक गाड़ी है, एक दूध का ट्रक भी है। गाड़ी कौन सी है? विरज फॉर्च्यूनर मान लो। अच्छा, एक कार डूब गई है। एक कार, एक ट्रक है। ये बारिश होने के वजह से आगे गाड़ी खड़ी थी, उसके वजह रुक के फिर ये वजन लेके चढ़ ना पाई गाड़ी अंदर ऊपर, ये पीछे चली गई। अभी देखो क्रेन आएगी तब